പരീക്ഷ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തവണ 4,27,105 വിദ്യാർത്ഥികളാണ് SSLC എക്സാം എഴുതിയത്. വലിയ ആവേശത്തോടെയും വാശിയോടെയും എക്സാം എഴുതി ഇറങ്ങി വരുന്ന കുട്ടികളാണ്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, ഏതായിരുന്നു എന്നൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? അടിപൊളിയായിരുന്നു. ഇന്ന് ഏതായിരുന്നു എക്സാം? സോഷ്യൽ. മൊത്തം എക്സാം വിലയിരുത്തുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അത് നോക്കിയാൽ സിമ്പിൾ ആയിരുന്നു, എന്നാലും മാത്സിലൊക്കെ നമ്മൾ പൊട്ടുമെന്ന് വിചാരിച്ചിട്ടേനു. മുഴുവൻ മാർക്ക് ലഭിക്കോ? ഏതെങ്കിലും വിഷയം ടഫായി തോന്നിയോ? ഇല്ലല്ലോ, അടിപൊളിയായിരുന്നു. ഇത്തവണത്തെ എക്സാം ഇങ്ങനെ മൊത്തത്തിൽ എളുപ്പമായിരുന്നോ? എങ്ങനെ പറയാം? മൊത്തത്തിൽ എളുപ്പമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. മുഴുവൻ മാർക്ക് നേടുവോ? സുഹൃത്തുക്കളെ പിരിയുന്നതിൽ വിഷമമില്ലേ? ഇന്ന് എന്തെങ്കിലും ഇവിടെ ആഘോഷങ്ങളുണ്ടോ? ഇന്നിപ്പോൾ ഇവിടെ ഒരു ആഘോഷമില്ല, വേഗം സ്കൂളിൽ പോകാനാണ് സ്കൂൾക്കാർ പറഞ്ഞത്. മുമ്പ് അങ്ങനെ ഇവിടെ ആഘോഷങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ നടത്തിയിട്ടില്ല, കഴിഞ്ഞുള്ളവർ നടത്തിക്കണ അറിയൂല. ടീച്ചർമാർ പറഞ്ഞോ ബെഞ്ചൊന്നും അടിച്ചു പൊട്ടിക്കരുത്, ആഘോഷങ്ങളൊന്നും നടത്തരുത്? പറഞ്ഞു, HM പ്രത്യേകിച്ച് പറഞ്ഞു. ഇവിടുന്ന് ആഘോഷിക്കുന്നില്ല ഇനി? ആഘോഷിക്കണതൊക്കെ ഉണ്ട്. വലിയ ആവേശത്തിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ. വേനൽ ചൂടിന്റെ ഇടയിൽ എക്സാം ചൂട് തലയിലേറ്റവരാണ്. വലിയ റിലാക്സേഷനിലേക്ക് കടക്കുകയാണ്. ഒപ്പം തന്നെ +1 +2 അഡ്മിഷനിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. ഇവരുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 3 മുതൽ 20 വരെയുള്ള ദിവസങ്ങൾ 2 ഘട്ടങ്ങളിലായാണ് നടക്കുക. പെട്ടെന്ന് തന്നെ ഫലം പ്രഖ്യാപിക്കുന്ന രീതിയിൽ നടക്കുമെന്ന പ്രതീക്ഷയിലാണ്, കണക്കുകൂട്ടലിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉള്ളത്. ജോൺ ടെക്കിക്കൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.